ഹായ് ഹലോ. ഫിഫ വേൾഡ് കപ്പ് 2026 ഏറ്റവും നിർണായകമായ അടുത്ത ഘട്ടത്തിലേക്ക്, റൗണ്ട് 16ലേക്ക് അഥവാ പ്രീ ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. ഈ പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് സൗത്ത് ആഫ്രിക്കയെ റൗണ്ട് 32 അടിയറവ് പ്രയിച്ച കാനഡ കൊലകൊമ്പന്മാരായ ഓറഞ്ച് പട സാക്ഷാൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ച് ഷൂട്ടൌട്ടിലൂടെ ആണെങ്കിലും തോൽപ്പിച്ച് മുന്നേറിയ ആഫ്രിക്കൻ കാൽപന്ത് കളിയുടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ കാൽപന്തിന്റെ കരുത്തായ യുവ ലോക ചാമ്പ്യന്മാരായ മൊറോക്കോയെ നേരിടുകയാണ്. അച്ചറപ്പ് ഹക്കിമി, ഇബ്രാഹിം, ഇസ്മായിൽ, മുനാഹി എന്നീ വമ്പന്മാർ, അതുപോലെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത അല്ലെങ്കിൽ കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത യാസിൻ എന്ന ഗോളി കഴിഞ്ഞ കളിയില് നെതർലാൻഡ്സിന്റെ 2 പെനാൽറ്റി കിക്കുകൾ തടഞ്ഞിട്ടുകൊണ്ട് യാസിൻ ആ കളിയിലെ താരമായി മാറി. അപ്പൊ അച്റബ് ഹക്കിമി, അതുപോലെ തന്നെ ബ്രാഹിമും, ഇസ്മായിൽ, സൈബാരി, ഉനാഹിയും, പിന്നെ ഒരു കാവൽക്കാരൻ എന്ന് പറയുന്ന പോലെ യാസിനും കൂടി ഉൾപ്പെട്ട ഈ ആഫ്രിക്കൻ യുവനിരയെ, മൊറോക്കോ ടീമിനെ തടഞ്ഞു നിർത്താൻ കാനഡയ്ക്ക് സാധിക്കുമോ? കാനഡ ആതിഥേയരാണ്. സ്റ്റേഡിയത്തിലെ 2 അരികിലും നിറഞ്ഞു തുളുമ്പുന്ന കാണികൾക്ക് കാനഡയെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണാം. കാനഡ മോശക്കാരല്ല. 16 ആദ്യമായാണ്, ചരിത്രത്തിൽ ആദ്യമായാണ് കാനഡ റൗണ്ട് 16 എത്തുന്നത്. അൽഫോൻസോ ഡേവി, അതുപോലെ തന്നെ ജൊനാഥൻ ഡേവിഡ് ലോകപ്രസിദ്ധനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ ഗോൾ കണ്ടെത്തിയ സ്റ്റീഫൻ ടജോൺ തുടങ്ങിയ പ്രഗത്ഭർക്ക് മൊറോക്കോയുടെ കരുത്തിനെ തടഞ്ഞു നിർത്താനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് എന്റെ പ്രവചനം. മൊറോക്കോ 2, കാനഡ 0. കാനഡയ്ക്ക് ഗോൾ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മസ്റ്റ് വാച്ചാണ് ഈ മത്സരം. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇന്ന് രാത്രി കൃത്യം 10:30. ഇന്ന് 2:30 മറ്റൊരു മത്സരം, റൗണ്ട് 16 അഥവാ പ്രീ ക്വാർട്ടറിലെ മറ്റൊരു മത്സരത്തില് പരാഗ്വേ ഫ്രാൻസിനെ നേരിടുകയാണ്. പരാഗ്വേ നമുക്കറിയാം, അതുപോലെ തന്നെ ഫ്രാൻസിനെയും നമുക്കറിയാം. ഈ വലിയ പ്രാധാന്യമുള്ള മത്സരമാണെങ്കിലും ഈ മത്സരത്തിൽ ഫ്രാൻസ് 2 ഗോളുകൾ അടിച്ച് നിർണായകമായ ഈ ക്വാർട്ടറിലേക്ക് കടക്കും എന്ന് തന്നെ ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം.